ഗിഫ്റ്റ് ഇപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന പൊന്നൂനെയാണ് കേട്ടോ കാണുന്നത്. ആ ടൈമിലാണ് ഞാൻ ആദ്യം ചോക്ലേറ്റ് എടുത്ത് കൊടുത്തത്. ആദ്യം ഒരു നാണമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞു. അത് പൊട്ടിച്ചുകൊണ്ടിരുന്ന ഇടയിലാണ് കേട്ടോ ഞാൻ അടുത്ത ഗിഫ്റ്റ് കൊടുത്തത്. അത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഫ്രെയിമാണെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഫ്രെയിം ചെയ്ത് താന്ന്. അപ്പോൾ അത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി. പിന്നെ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു എന്താ നല്ലൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടു കേട്ടോ. എനിക്കും സന്തോഷമായി. അവളും പ്രതീക്ഷിച്ചില്ല അത് ആ ഫോട്ടോ ആയിരിക്കും, അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കാണിച്ച് വേറെ ഇനി ഗിഫ്റ്റൊന്നും ഇല്ലെന്ന് കരുതിക്കൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ഞാൻ അടുത്ത ഗിഫ്റ്റ് എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ഗിഫ്റ്റ് ഒരുമിച്ചെടുത്ത് കൊടുത്തു. ഞാൻ വിചാരിച്ചു ഇനി പൊട്ടിക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട, എല്ലാം ഒരുമിച്ച് അങ്ങ് കൊടുക്കുക. അപ്പോൾ അവളെ എക്സ്പ്രഷൻ കാണാമല്ലോ. എല്ലാം കൂടെ കയ്യിൽ പിടിക്കാൻ പറ്റത്തുള്ള അവിടെ എടുത്ത് വെച്ചായിരുന്നേ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഗിഫ്റ്റ് എടുത്ത് കൊടുത്തപ്പോൾ അന്തം വിട്ടു കേട്ടോ. കാരണം അതിലുണ്ടായതിൽ ഏറ്റവും വലിയ ബോക്സ് അതായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് അത് പൊട്ടിക്കാനായിരുന്നു തിടുക്കം. പക്ഷേ ഞാൻ അത് പൊട്ടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ലാസ്റ്റ് സമ്മതിച്ചേ. ഉള്ള ബോക്സിൽ എന്താണെന്ന് അവൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തതായിരുന്നു കേട്ടോ. ഓൾറെഡി ഫ്രെയിം അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു, ബാക്കി ഒന്നും അവൾക്ക് ഐഡിയ ഇല്ലാത്ത ഐറ്റമായിരുന്നു. അങ്ങനെ അവൾ ഓരോന്നായിട്ട് പൊട്ടിച്ച കേട്ടോ. ഒരു ബോക്സിൽ അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്ലിപ്സും സ്ലൈഡും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോ ഗിഫ്റ്റ് തുറക്കുമ്പോഴും അവളെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ. കാരണം അവളെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പം എന്താണെന്നറിയില്ല, അവളെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. അവളും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കുമെന്ന്. ഓരോന്നും ഭയങ്കര എക്സൈറ്റോടെ കേട്ടോ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കവറിൽ ഡ്രസ്സായിരുന്നു കേട്ടോ. അത് ചേട്ടൻ്റെ വകയുള്ളതായിരുന്നു. ചേട്ടനാണ് കേട്ടോ അത് ആ ചേട്ടൻ്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. ഡ്രസ്സ് എല്ലാ പ്രാവശ്യവും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പം മിക്കവാറും അവൾക്ക് മനസ്സിലായി കാണും ഡ്രസ്സ് കൊടുക്കുമെന്ന്. പക്ഷേ ഇത്രയും ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് അവളും പ്രതീക്ഷിച്ചാണല്ലോ കേട്ടോ. അപ്പോൾ അതിത്തിരി ടൈറ്റായിരുന്നേ ഡ്രസ്സ്. പക്ഷേ എന്നാലും ഇപ്പോഴും ഇടാൻ പറ്റും. അടുത്ത അവൾക്ക് ഏറ്റവും വലിയ ബോക്സ് തുറക്കാനുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. പക്ഷേ സമ്മതിച്ചില്ല. അടുത്ത ബോക്സ് കൂടെ തുറന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. എല്ലാ ഗിഫ്റ്റ് പേപ്പറും അറിഞ്ഞും പുറഞ്ഞും വലിച്ചേറും കേട്ടോ. കാരണം അവൾക്ക് എന്താണെന്ന് അറിയുള്ളൂ എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഈ ബോക്സ് ചേട്ടനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത് പൊട്ടിക്കാൻ. കാരണം അവൾ ഇത്തിരി പാടുപെട്ടു. അതിൽ നമ്മൾ ചെരുപ്പാണ് കേട്ടോ വെച്ചിരുന്നത്. ചെരുപ്പ് ഇത്തിരി ലൂസാണ്. കാരണം നമ്മൾ അവൾക്ക് സൈസ് പറഞ്ഞെടുക്കാറില്ല കേട്ടോ. എപ്പോഴും കൊണ്ടുപോയാണ് മേടിക്കാറ്. അപ്പോൾ എനിക്ക് അല്ലാതെ സൈസ് നോക്കി വാങ്ങാനറിയില്ല. ഒരു ഊഹം വെച്ച് വാങ്ങിച്ചത്. അപ്പോൾ ഇത്തിരി വലുതാട്ടോ. പിന്നീട് അതിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോഴേ നമ്മൾ ഇട്ട് നോക്കിയായിരുന്നു. ഇതിൽ ലാസ്റ്റ് ബോക്സ് എടുത്തപ്പോൾ അവളെ മുഖത്തുള്ളൊരു പുഞ്ചിരി. കാരണം അവൾക്ക് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നത് ആ സാധനം എന്താണെന്ന് അറിയാനാണ് കേട്ടോ. കാരണം അത് ആദ്യമേ പൊട്ടിക്കാൻ തോന്നിയായിരുന്നു. കാരണം നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് അത് മാത്രമായിരുന്നു കേട്ടോ നമ്മൾ കൊടുത്തതിൽ. അങ്ങനെ അവൾ അതും അറിഞ്ഞും പുറഞ്ഞും പൊട്ടിച്ചു കേട്ടോ. അത് കണ്ടപ്പോഴുള്ള അവളെ സന്തോഷം കണ്ടില്ല. അതിൽ തന്നെ ഉണ്ട് അവൾ എത്രത്തോളം ഹാപ്പി ആണെന്ന്. ഈ ഐറ്റം എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മീഷോയിൽ കാണുമ്പോൾ. അങ്ങനെ ഞാൻ അത് ഓർത്ത് മേടിച്ചു കൊടുത്തത്. അവളെ സന്തോഷം നോക്കി നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ.